ഞാനിപ്പോൾ ഉള്ളത് അഞ്ചരക്കണ്ടി കറുവപ്പട്ടത്തോട്ടം നിലനിന്നിരുന്ന സ്ഥലത്ത്. ഇപ്പോൾ ഇത് ഒരു മെഡിക്കൽ കോളേജാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1798 മർഡോക്ക് ബ്രൗണിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണിത്. അന്ന് മർഡോക്ക് ബ്രൗണിന് 800 രൂപ ശമ്പളത്തിൽ ഇവിടെ ഒരു കറുവപ്പട്ടത്തോട്ടം, അതുപോലെ തന്നെ ഒരു സുഗന്ധവിള വ്യഞ്ജനങ്ങൾ വെച്ചു പിടിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി അദ്ദേഹം നിയമിക്കുകയായിരുന്നു. ഇത് ഒരു വലിയ തരിശുനിലമാണ്. 250 ഏക്കറോളം വരും. ശ്രീലങ്കയിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ കൊണ്ടുവന്നത്. കൂടാതെ കാപ്പിക്ക് തൈകളും ഗ്രാമ്പുവും വെച്ചു പിടിപ്പിച്ചിരുന്നു. അഞ്ചരക്കണ്ടിയിലെ 250 ഏക്കർ വിശാലമായ ഈ തോട്ടം ഇന്ന് ഒരു മെഡിക്കൽ കോളേജാണ്. ഇവിടെ നിന്നാണ് വയനാട്ടിലേക്കൊക്കെ കാപ്പിയും അതുപോലെ തന്നെ ഗ്രാമ്പുവും ഒക്കെ വളർത്തി അവിടെ കൊണ്ട് വെച്ച് പിടിച്ചത്. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ തോട്ടം ലാഭകരമല്ലെന്ന് മനസ്സിലാക്കുകയും അവർ ഈ സ്ഥലം ബ്രൗണിന് 99 വർഷം പാട്ടത്തിന് നൽകുകയും ചെയ്തു. അദ്ദേഹം ഈ തോട്ടം 1946 വരെ കൈവശം വെച്ചിരുന്നു. എന്നാൽ തുടർന്ന് ഈ തോട്ടം മറ്റൊരു വ്യവസായ ഗ്രൂപ്പിന് കൈമാറുകയും ചെയ്തത്. മർഡോക്ക് ബ്രൗൺ ഫ്രഞ്ച് കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം തലശ്ശേരിയിലും ഇംഗ്ലീഷ് കമ്പനിയിലും ജോലി ചെയ്തിരുന്നു. പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസിയായിരുന്ന ഇദ്ദേഹം തലശ്ശേരിയിലെ ഇംഗ്ലീഷ് പള്ളിയിലാണ് അടക്കം ചെയ്തത്. 1926 78 വയസ്സിലാണ് മർഡോക്ക് ബ്രൗൺ മരണമടയുന്നത്. ഈ അഞ്ചരക്കണ്ടി തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഒരു സുഗന്ധവ്യഞ്ജന തോട്ടം സ്ഥാപിച്ചതെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്നിത് ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഇന്ന് ഈ സ്ഥലം മെഡിക്കൽ കോളേജ് ആണ്. അഞ്ചരക്കണ്ടിയിലെ ഈ പ്രശസ്തമായ ഈ സ്ഥലം ഇന്ന് ഒരു മെഡിക്കൽ കോളേജാണ്. ഞാൻ അജയകുമാർ എന്ന തലശ്ശേരി. നമ്മൾ മലബാറിൻ്റെ ചരിത്രം പറയുമ്പോൾ എന്നുള്ള ഇതിൽ ഞാനിന്ന് അഞ്ചരക്കണ്ടിയിലാണുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.